Today we are going to discuss what is a rotational spectroscopy, or it is otherwise called a microwave spectroscopy, which is related to the rotation of molecules. Okay. എന്താണ് സ്പെക്ട്രോസ്കോപ്പി എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഇതിൻ്റെ ഡെഫിനിഷനും നമ്മൾ പറഞ്ഞതാണ്. നമുക്കൊന്നുകൂടെ ഇതിവിടെ പറയാം. എന്തായിരുന്നു സ്പെക്ട്രോസ്കോപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ജസ്റ്റ് ദി ഇൻട്രാക്ഷൻ ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വിത്ത് എ സാമ്പിൾ. ഓക്കെ, പക്ഷേ ഇത് ഏത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഒരു സാമ്പിളിൻ്റെ മുകളിൽ വന്നിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഞാനിവിടെ സ്പെസിഫൈ ചെയ്ത് പറയാണ്. ദാറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഈസ് എ മൈക്രോവേവ് റേഡിയേഷൻ. അല്ലെങ്കിൽ മൈക്രോവേവ് റീജിയണിലുള്ള റേഡിയേഷൻ വന്നിട്ടാണ് ഇവിടെ ഹിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യുന്നത്, ഈ ഒരു സാമ്പിളിൻ്റെ മുകളിൽ ഇൻട്രാക്ട് ചെയ്യുന്നത്. ജസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇൻട്രാക്ഷൻ a particular type of spectroscopy arise, and that spectroscopy is called the rotational spectroscopy. ഇനി അത് മാത്രമല്ല, ഈ ഒരു ഇൻട്രാക്ഷൻ വഴി ആ ഒരു സാമ്പിളിന് എന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നത്, ആ ഒരു സാമ്പിളിലുള്ള ഇലക്ട്രോൺസ് അതിൻ്റെ റൊട്ടേഷണൽ ലെവലിൽ നിന്ന് ഒരു ലെവലിൽ നിന്ന് അത് മറ്റൊരു ലെവലിലോട്ട് അത് എന്ത് ചെയ്യുന്നു, ട്രാൻസിഷൻ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് റൊട്ടേഷണൽ എനർജി ലെവൽ ടു എക്സൈറ്റഡ് റൊട്ടേഷണൽ എനർജി ലെവലിലോട്ട് എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്പെക്ട്രോസ്കോപ്പി നമ്മൾ എന്തും കൂടെ പറയുന്നത് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു നൗ വാട്ട് ഈസ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി. അതിനൊരു ഡെഫിനിഷൻ എന്താണെന്നുള്ളത് ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഒരു സാമ്പിളിൻ്റെ മുകളിൽ വന്ന് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ അറൈസ് ചെയ്യുന്ന സ്പെക്ട്രോസ്കോപ്പിയാണ് ഞാൻ എന്ത് പറയുന്നത്, മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. മൈക്രോവേവ് എന്ന് ഞാൻ എടുത്തു പറയണമെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്തായിരിക്കണം, മൈക്രോവേവ് റീജിയനിലുള്ളതായിരിക്കണം. ആൻഡ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇൻട്രാക്ഷൻ the rotational energy, if the transition is taking place between the rotational energy level, we can that is why we are giving the name rotational spectroscopy. Okay, ആ ഒരു ഡെഫിനിഷൻ തന്നെയാണ് ഈ രണ്ട് പോയിന്റ്സ് ആയിട്ടും പറഞ്ഞിട്ടുള്ളത്. എന്താണ്, മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി is concerned with the transition between the rotational energy levels is because of the absorption of radiation in the microwave region. നമുക്കറിയാം absorption ആണ് അല്ലേ, കാരണം ഒരു നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഏത് സ്പെക്ട്രോസ്കോപ്പിയാണ്, എബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയാണ്. എന്ന് വെച്ചാൽ ആ ഒരു റേഡിയേഷൻ ആ ഒരു സാമ്പിൾ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. നമുക്കറിയാം ഒരു മോളിക്യൂളിൽ ഇലക്ട്രോൺസ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് ട്രാൻസിഷൻ ചെയ്യണമെങ്കിൽ നോർമലി അവിടെ ഒരു അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷനാണ് നടക്കേണ്ടത്. ഓക്കെ, ദെൻ നോർമലി ഈ ഒരു റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി നമുക്ക് ഗ്യാസസിനാണ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്. സ്റ്റഡി ഓൺലി ഫോർ ഗ്യാസസ്, ബിക്കോസ് ഫോർ സോളിഡ് ആൻഡ് ലിക്വിഡ്സ് നോ വെൽ ഡിഫൈൻഡ് റൊട്ടേഷണൽ ലെവൽസ് ഇൻ ദ കണ്ടൻസ്ഡ് സ്റ്റേറ്റ്, സോ പ്യൂർ റൊട്ടേഷണൽ സ്പെക്ട്ര ആർ നോട്ട് ഒബ്റ്റെയിൻഡ്. അപ്പോൾ ഗ്യാസസ് ആണ് നമുക്ക് റൊട്ടേഷണൽ ലെവൽസിന് കൂടുതലായിട്ട് പറയാൻ പറ്റുക. ഫോർ ദ റൊട്ടേഷൻ സ്പെക്ട്രോസ്കോപ്പി is mainly applicable for the gaseous samples rather than using in the case of the solid and liquid samples. Okay, ഇനി ഒരു റൊട്ടേഷൻ സ്പെക്ട്രോസ്കോപ്പി കാണിക്കണമെങ്കിൽ ആ ഒരു സാമ്പിളിന് ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ഒബേ ചെയ്യണം. ആ ഒരു കണ്ടീഷനാണ് പറയുന്നത്. നമ്മൾ പറയുന്ന പോയിന്റ്സിൽ ഓരോന്നും പുതിയതാണ് കേട്ടോ, അപ്പോൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു റൊട്ടേഷൻ സ്പെക്ട്രോസ്കോപ്പി എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, കാണിക്കണമെങ്കിൽ ആ ഒരു സാമ്പിളിന് ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു മോളിക്യൂളിന് ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ഉണ്ടായിരിക്കണം. എന്താണ് ആ കണ്ടീഷൻ എന്ന് പറയുന്നത്, ആ ഒരു സാമ്പിളിൽ എന്തുണ്ടായിരിക്കണം, എ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ്. ആ ഒരു മോളിക്യൂളിനകത്ത് ഒരു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രമേ ആ ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ആ ഒരു സാമ്പിൾ എന്ത് കാണിക്കുകയുള്ളൂ, rotational spectroscopy കാണിക്കുകയുള്ളൂ. The essential condition for a molecule to absorb microwave radiation of a characteristic frequency is that it must have a permanent dipole moment. If a molecule that doesn't have a permanent dipole moment, that means that molecule could not absorb a radiation which is under the microwave region. Therefore, the molecule cannot undergo a transition between its rotational energy level. That means that molecule is not having a rotational spectroscopy.
എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഡൈപോൾ മൂവ്മെൻറ്റ് ഉള്ള മോളിക്യൂൾ മാത്രമേ, ഒരു പെർമനൻറ്റ് ഡൈപോൾ മൂവ്മെൻറ്റ് ഉള്ള മോളിക്യൂൾ മാത്രമേ, സാമ്പിൾ മാത്രമേ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി കാണിക്കൂ എന്നത്. വാട്ട് ഈസ് ദ നീഡ് ഓഫ് പെർമനൻറ്റ് ഡൈപോൾ മൂവ്മെൻറ്റ് ഇൻ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി? അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ്? ജസ്റ്റ് ബിക്കോസ് ദാറ്റ് ഈസ് ഓൺലി സച്ച് എ മോളിക്യൂൾ ക്യാൻ ജനറേറ്റ് എൻ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂറിങ് ഇറ്റ്സ് റൊട്ടേഷൻ which interact with the electric component of the microwave. ആ ഒരു മോളിക്യൂള് അതിൻ്റെ റൊട്ടേഷനിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഗെറ്റിംഗ് ഇൻട്രാക്റ്റഡ് വിത്ത് ദ ഇലക്ട്രിക് കമ്പോണൻറ്റ് ഓഫ് ദ മൈക്രോവേവ്. നമുക്കറിയാം മൈക്രോവേവ് എന്ന് പറയുന്നത് EMR ആണ് അല്ലേ, മീൻസ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. ഈ കൺസിസ്റ്റ് ഓഫ് both the electric field and magnetic field which is perpendicular to each other and also perpendicular to the direction of propagation of wave. അപ്പോൾ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ അല്ലെങ്കിൽ മൈക്രോവേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ആരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു? ദാറ്റ് മോളിക്യൂളിൻ്റെ റൊട്ടേഷൻ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡുമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നു. അതാണ് ഇതിന് കാരണമാകുന്നത്, ഈ ഒരു റൊട്ടേഷൻ സ്പെക്ട്രോസ്കോപ്പിക്ക് കാരണമാകുന്നത്. ദ മോളിക്യൂൾസ് gives a rotational spectrum only if it has a permanent dipole moment. അപ്പോൾ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആലോചിച്ച് വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. റൊട്ടേഷണൽ സ്പെക്ട്ര ആർ ഷോൺ ബൈ മോളിക്യൂൾ വിച്ച് പൊസസ് എ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ്. എന്ന് വെച്ചാൽ ഞാൻ ആ ഒരു ടേമിനെ ഇങ്ങനൊരു പല രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ നോക്കിയാൽ ഞാനൊരു മോളിക്യൂളിനെ മോസ്റ്റ് ഹെട്രോന്യൂക്ലിയർ മോളിക്യൂൾ പൊസസ് എ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ്. നമുക്കറിയാം HCl ഡൈപോൾ മൂവ്മെൻറ്റ് കാണിക്കുന്ന കുറച്ച് മോളിക്യൂൾസിനോട് പറഞ്ഞതേ ഉള്ളൂ. നമുക്കൊരു മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ ചാർജ് സെപ്പറേഷൻ കാണിക്കുന്നു അല്ലേ. ഇറ്റ് ഈസ് -Q ആൻഡ് ഇറ്റ് ഈസ് +Q. ഓക്കെ, ഒരു പോളാറാണ്, പോളാറായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. നമുക്കറിയാം നോൺ പോളാർ മോളിക്യൂൾസും ഉണ്ട്, പോളാർ മോളിക്യൂൾസും ഉണ്ട്. അപ്പോൾ HCl, H2O, NO, CO, H2O എന്നൊക്കെ പറയുന്നത് ഏത് മോളിക്യൂളാണ്? പോളാർ മോളിക്യൂളാണ്. ദാറ്റ് മീൻസ് ചാർജ് സെപ്പറേഷൻ ഇസ് സെയിം there. Therefore, such molecule can show rotational spectra. A molecule which shows its rotational spectra can be called as a microwave active, which represents that molecule shows a microwave, that molecule absorb a microwave radiation. So here I show two type of molecules. That means some polar molecules and a non-polar molecule. ഇവിടെ H2, Cl2, N2, CO2 എന്ന് പറയുന്നതെല്ലാം ഏത് മോളിക്യൂളാണ്? അവിടെ ചാർജ് സെപ്പറേഷൻ ഇല്ല. കാരണം രണ്ടും അല്ലേ സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് ആണ്. Cl, N. Then here also it is also non-polar molecule. കാരണം O വെച്ചിട്ട് അത് എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പറയുന്ന ഒരു കാര്യം, non-polar molecules not show rotational spectra and therefore it is called the microwave inactive. അപ്പോൾ ഈ ഒരു ഇനാക്ടിവിറ്റി നമുക്ക് പല അതായത് മറ്റു രീതികളിലും ഞാനിവിടെ പറയുന്നുണ്ട്. നോക്കി, ഹോമോന്യൂക്ലിയർ ഡൈഅറ്റോമിക് മോളിക്യൂൾസ്. ഹോമോന്യൂക്ലിയർ എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ടൈപ്പിലുള്ളത് അല്ലേ. H2O2 ഹോമോന്യൂക്ലിയസ് ആണ്. HCl എന്നൊക്കെ പറയുമ്പോൾ രണ്ടെണ്ണമായി, എന്തായി? ഹെറ്ററോന്യൂക്ലിയർ ആയി. അപ്പോൾ ഇവിടെ ഹോമോന്യൂക്ലിയർ ഡൈഅറ്റോമിക് മോളിക്യൂൾ സച്ച് ആസ് H2O2, N2, Cl2 ഹാവ് സീറോ ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റ് ഇല്ല, നോൺ പോളാർ മോളിക്യൂൾ ആണ്. ക്ലിയർ? ഹാവ് സീറോ ചേഞ്ച് ഓഫ് ഡൈപോൾ ഡ്യൂറിങ് ദ റൊട്ടേഷൻ. ഈ ഒരു മോളിക്യൂൾസ്, ഈ ഹോമോന്യൂക്ലിയർ മോളിക്യൂൾസ് അതിൻ്റെ റൊട്ടേഷൻ സമയത്ത് അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റിൽ എന്തില്ല? ചേഞ്ച് ഇല്ല. ഹാവിങ് സീറോ ചേഞ്ച് ഓഫ് ഡൈപോൾ മൊമെൻറ്റ് ഡ്യൂറിങ് റൊട്ടേഷൻ. ഹെൻസ് നോ ഇൻറ്ററാക്ഷൻ വിത്ത് റേഡിയേഷൻ. ഈ ഒരു മോളിക്യൂളിൻ്റെ റൊട്ടേഷൻ കാരണം അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മളുടെ EMR റേഡിയേഷനുമായിട്ട് എന്ത് ചെയ്യുന്നില്ല? ഒരു ഇൻട്രാക്ഷനിൽ വരുന്നില്ല. ഹെൻസ് ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് ആർ മൈക്രോവേവ് ഇനാക്റ്റീവ്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. ഈ ഒരു ഒറ്റ മോളിക്യൂൾസും എന്ത് ചെയ്യുന്നില്ല? ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇസ് ബിക്കോസ് ഓഫ് ദ റൊട്ടേഷൻ ഓഫ് ദിസ് മോളിക്യൂൾ. And that is why that electric field is not getting interacted with the electromagnetic radiation, and hence we can say that the homonuclear diatomic molecules are microwave inactive. Clear? ഇതുപോലെ
എനിക്ക് ആരെയും പറയാൻ പറ്റും, ഹെറ്ററോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസിനെയും പറയാൻ പറ്റും. എന്താണ് ഹെറ്ററോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്ന HCl, HCO എന്ന് പറയുന്ന മോളിക്യൂൾസിന് എന്തുണ്ട്? ഹാവ് എ പെർമനൻറ്റ് ഡൈപോൾ മൊമെന്റ്. It means they are polar molecules or polar compounds. Okay, and exist a change of dipole occurs during the rotation of the molecules. Hence, that rotation produces an electric field which interact with the electromagnetic radiation. Hence, interaction with the radiation takes place, and therefore we can say that they are microwave active. Okay, നമ്മളിനി നെക്സ്റ്റ് ഒരു സ്റ്റെപ്പിലോട്ടേക്ക് കടക്കുകയാണ്. അതായത് ഇങ്ങനെയുള്ള ഒരു മോളിക്യൂളിൻ്റെ നമ്മൾ റൊട്ടേഷണൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന ഫസ്റ്റ് കൺസിഡറേഷൻ or first thing is that expression for rotational energy of a rigid diatomic molecule. Okay, നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.